അടിപൊളി ഒരു മുടി വളരാനായിട്ട് ഒരു വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും വെളിച്ചെണ്ണ ഇടാറുണ്ട്, ആരും ലൈക്കും തരുന്നില്ല. എന്നാലും എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. ഇത് നമ്മുടെ അവണക്കിൻ്റെ കുരു നമുക്ക് മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ കുരു ഞാൻ പൊട്ടിച്ചെടുത്ത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ച് ചേർക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നല്ല പോലെ ഇതിലേക്ക് അതിൻ്റെ അംശങ്ങളൊക്കെ ആവാനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഉലുവ നല്ല പോലെ കുതിർത്ത് അരച്ചെടുക്കണം കേട്ടോ. അതുപോലെ അരച്ചെടുത്തെങ്കിൽ മാത്രമേ വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഉലുവയുടെ അംശം വരുള്ളൂ കേട്ടോ. ഇത് രണ്ടും നല്ല പോലെ മുരിഞ്ഞ് വരണം കേട്ടോ. അതാണ് വെളിച്ചെണ്ണയുടെ മറ്റുള്ള ഒക്കെ പെട്ടെന്ന് കരിയുന്നതാണ്. അതുകൊണ്ട് അത് കായത്തിലിട്ടാൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ വെളിച്ചെണ്ണയായിട്ട് വരുന്നവരേക്കും നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അവൾക്ക് ഏറ്റവും നല്ലത് ഈ വെളിച്ചെണ്ണ പരത്തി നമ്മുടെ പൊരികത്തുമ്മിലോ നമ്മുടെ കണ്ണിൻ പിലിയിലോ ഒക്കെ വളരാനായിട്ട് ഈ വെളിച്ചെണ്ണ നല്ല പോലെ ഉപയോഗിക്കും കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു അവണക്കിൻ്റെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവാണ് എടുത്ത് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. എത്ര മുടി ഇല്ലാത്തവരായാലും ഈ ഉണക്കിൻ്റെ വെളിച്ചെണ്ണ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല പോലെ വളരുന്നുണ്ട്. നല്ല പോലെ പൊരിഞ്ഞിട്ട് വേണം നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, അതുപോലെ എന്തപ്പാല, ആര്യവേപ്പിൻ്റെ ഇല, കറിവേപ്പില, തേക്കും കൂമ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ നല്ല പോലെ കാച്ചെടുക്കാം. അതുപോലെ നമുക്കിത് ചേർക്കുന്നുണ്ട് നീലാമ്പരി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത നിറം കിട്ടും മുടി. ശരിക്കും നീലപ്പെങ്ങാതി വെളിച്ചെണ്ണയുടെ മണം ഒക്കെ ഈ നീലാമ്പരിയുടെ പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെയ്ത് കിട്ടും. നല്ല പോലെ പതവറ്റട്ടെ കേട്ടോ. ഈ അവണക്കിൻ്റെ കുരു അരച്ച് ചേർത്തിന് ഇതിൻ്റെ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിൽ കൂടി അങ്ങോട്ട് യോജിക്കും. ഒറിജിനലായിട്ട് നമുക്കിത് തേക്കാം. അതിൻ്റെ കുരു നമുക്ക് വെറുതെ അരച്ച് വെളിച്ചെണ്ണ ആക്കി എടുത്താലും നമുക്കത് പുരുവത്തുമ്മിലൊക്കെ അധികം കിട്ടില്ല. പുരുവത്തുമ്മിലൊക്കെ പരത്തിയെടുത്താൽ നമുക്ക് പുരികം കൊഴിഞ്ഞ് പോകുന്നവർക്കൊക്കെ നല്ല പോലെ വളരും. ഒരുവിധം മരുന്ന് വരുന്നത് നമുക്കതിൽ ചെമ്പരത്തിപ്പൂ ഇടാം കേട്ടോ. ചെന്തപ്പാലിൻ്റെ ഇലയൊക്കെ ചതക്കുന്നില്ല, വെറുതെ ഇടണുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇട്ട് അരച്ച് ചേർത്ത് തന്നെ വെളിച്ചെണ്ണ ഒരുപാട് നമുക്ക് കുറുകുറെ പോലെ നഷ്ടപ്പെടും. ചെന്തപ്പാലൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, ആര്യവേപ്പ്, നല്ലപോലെ മുരിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇതേപോലെ മുടി വളരാനും ഓരോന്നിനൊക്കെ ഞാൻ ഇടാറുണ്ട്. ആരും ലൈക്കും തരാറില്ല. അതായത് എൻ്റെ ഒരു ടിപ്പ് ഞാൻ എല്ലാവരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ അവണക്കൊക്കെ നല്ലതല്ലേ, അവണക്കും നീലാമ്പരിയും ഒക്കെ മുടിക്ക് പറ്റില്ല. തേക്കിൻ്റെ പൂമ്പിട്ട വെളിച്ചെണ്ണ നല്ല ചുവപ്പ നിറമായിട്ട് വരും. അതുപോലെ കറ്റാർവാഴ ചാച്ചി അതൊക്കെ മുടിക്ക് നല്ല ബെസ്റ്റ് സാധനമാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ അവണക്കിണിൻ്റെ എണ്ണേരെ കൊഴുപ്പിന് ഈ പതഞ്ഞ് നിൽക്കണം കേട്ടോ. അത് പോവാൻ എളുപ്പമല്ല, ഭയങ്കര കട്ടിയുള്ള ഒരു വെളിച്ചെണ്ണയായിട്ട് തീരും. നമ്മുടെ കറിവേപ്പിലൊക്കെ അറിയാലോ, കുറച്ച് കിട്ടിയുള്ളൂ, തന്നെ വളരുന്നുള്ളൂ. അത് കുറച്ച് കിട്ടും കേട്ടോ.
അതേപോലെ നമുക്ക് നമ്മുടെ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ എന്താ പറയുക, ഒരു കിഴങ്ങുണ്ട് നമ്മുടെ ചതവാരിക്കിഴങ്ങ്. അത് വെളിച്ചെണ്ണ മുറുക്കി തേച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലേ കുട്ടിക്ക് പറ്റാനായിട്ട് ഇത് ചതവാരിക്കിഴങ്ങ് ഇട്ട് മുറുക്കിയതാണ്. അത് കുട്ടിക്ക് ആൾക്കും നമുക്കതിന് ചൂട് പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ അത് ചതവാരിക്കിഴങ്ങ്. അത് ഞാൻ രാവിലെ കുട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മരിയിട്ട് വേണം നമ്മുടെ നീലാമരിയുടെ പൊടി ഇടാനായിട്ട്. ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഉണക്കിൻ്റെ കൊഴുപ്പാണ്, ഭയങ്കര കട്ടിയാണ് അതിൻ്റെ വെളിച്ചെണ്ണാക്കിയിട്ട്. ഇല്ലാതെ തിരി നാളമില്ലാതെ ഇതിന് എടുത്തിട്ട് വേണം നീലാമരിയുടെ പൊടി ഇടാനായിട്ട്. നല്ലോണം മരുന്ന് വന്നിട്ട് നമുക്ക് നീലാമരിയുടെ പൊടി ഇട്ട് സൂപ്പറായിരിക്കണം. ഇത് നമുക്ക് ഇതിൽ നിന്നിട്ട് ചേർത്ത് വെച്ചെടുക്കാം. നല്ല മാറ്റം കാണട്ടെ മുടിക്ക്. നല്ല വെളിച്ചെണ്ണ ആയിട്ടുണ്ട്, എരിവും ഇല്ലാതായിട്ട്. ഇതിലേക്ക് നമ്മുടെ നീലാമരിയുടെ പൊടി ഇടാം കേട്ടോ. മുടി കറക്കാനും നല്ലത് തന്നെ ഈ വെളിച്ചെണ്ണ. നല്ല വിറ്റാമിനും കാൽസ്യമൊക്കെ ആകുമ്പോൾ മുടി നല്ല പോലെ കറുത്ത് വരും. മുടി നരയ്ക്കാത്തൊരു ഉപയോഗിക്കുക വെച്ചാൽ കുറേ നാളത്തേക്കൊന്നും മുടി പെട്ടെന്ന് ഇതാവില്ല. കണ്ടു കടമ്പിലെ വെഞ്ചിരിപ്പൂമുട്ടുകൾ വെളിച്ചെണ്ണ ഒന്ന് ആറിയതിൻ്റെ ശേഷം നല്ല പോലെ അത് അതിൻ്റെ അംശങ്ങളൊക്കെ പോയി നമുക്ക് കുപ്പിയിലേക്ക് ആക്കിയെടുക്കട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ നല്ല കട്ടി നീലാമരിയിൽ വന്നപ്പോൾ ഉണ്ടാവും വെളിച്ചെണ്ണയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.